വാർത്തകൾ വിശദമായി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെതിരെ വീണ്ടും കേസ്. ലക്കിടി ജവഹർലാൽ ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഷഹീർ ഷൌക്കത്ത് അലിയുടെ പരാതിയിലാണ് പഴയന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലോ കോളേജിലെ അനധികൃത പണപ്പിരിവുകളെക്കുറിച്ച് പരാതിപ്പെട്ടതിന് പാമ്പാടി കോളേജിലെ ഇടിമുറിയിൽ വെച്ച് കൃഷ്ണദാസ് മർദ്ദിച്ചെന്നായിരുന്നു നിയമവിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയുടെ പരാതി. വിവിധ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ പരാതി പിൻവലിക്കുന്നതായി എഴുതി വാങ്ങിയായിരുന്നു കൃഷ്ണദാസ് മർദ്ദിച്ചതെന്നും ഷഹീർ വ്യക്തമാക്കിയിരുന്നു. ക്യാന്റീൻ ജീവനക്കാരനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ പി സി ജോർജ് എംഎൽഎക്കെതിരെ കേസ്. എംഎൽഎ ഹോസ്റ്റലിലെ കഫേ കുടുംബശ്രീ ക്യാന്റീനിലെ ജീവനക്കാരനായ മനുവിനെയാണ് മർദ്ദിച്ചത്. ഊണെത്തിക്കാൻ വൈകിയതിനെ തുടർന്നാണ് പി സി ജോർജ് ജീവനക്കാരന്റെ മുഖത്തടിച്ചത്. എംഎൽഎക്ക് പുറമെ സഹായി മനുവിനെ മർദ്ദിച്ചതായാണ് പരാതി. എന്നാൽ താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് പി സി ജോർജ് പ്രതികരിച്ചു. എംഎൽഎ ഹോസ്റ്റലിലെ കഫേ കുടുംബശ്രീ ജീവനക്കാരനായ മനുവാണ് പി സി ജോർജ് എംഎൽഎ തന്നെ മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തിയത്. പി സി ജോർജിന്റെ മുറിയിൽ ഉച്ചയൂണെത്തിക്കാൻ 20 മിനിറ്റ് വൈകിയതാണ് മർദ്ദനത്തിന് കാരണം. ഒറ്റയ്ക്കാണെന്ന് കൊണ്ടുകൊടുത്തത്, അപ്പോൾ ശാലം താമസിച്ചു. അതാണ് പി സി ജോർജ് സാറ് ആദ്യം ചീത്ത വിളിച്ചു. ഞാൻ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ സാറേ എന്ന് ചോദിച്ചു അങ്ങോട്ട്. തിരക്കായതുകൊണ്ടാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ സാറ് അത് മൈൻഡ് ചെയ്യാതെ അടിക്കുകയും അത് കണ്ടിരുന്ന പി എ ഉപദ്രവിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ കൗണ്ടറിലിരിക്കുന്ന ആളെ വിളിച്ച് ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വന്നു. പിന്നെ ഫോൺ കട്ട് ചെയ്ത് എൻ്റെ അടുത്താണ് ദേഷ്യപ്പെട്ടതും ചീത്ത വിളിച്ചത്. പി സി ജോർജ് മുഖത്താണ്, പി എ മുഖത്ത്. പല പ്രാവശ്യം ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ശകലം താമസിച്ച പുള്ളി ദേഷ്യപ്പെട്ടു. പി സി ജോർജിന് പുറമെ പി എ സണ്ണിയും മനുവിനെ മർദ്ദിച്ചു. ചുണ്ടിനും കവിളിനും പരിക്കേറ്റ മനു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കഫേ കുടുംബശ്രീയിലെ റിസപ്ഷനിലുണ്ടായിരുന്ന ജീവനക്കാരിയോടും പി സി ജോർജ് ഫോണിലൂടെ അപമര്യാദയായി സംസാരിച്ചു എന്ന് പരാതിയുണ്ട്. എന്നാൽ മനുവിനെ കൂടുതൽ കടന്നാക്രമിക്കാനാണ് പി സി ജോർജ് പിന്നീട് ശ്രമിച്ചത്. ഒന്നും മിണ്ടുന്നില്ല, എടുത്തിട്ട് വേണം അവിടെ കറി കുറവാ, അവിടെ പറഞ്ഞുകൊണ്ട് തോന്നി കറി കുറവാന്ന് ഇവനെതിനോട് പറഞ്ഞു. ഇവന് പറഞ്ഞ കാര്യമുണ്ടോ? എനിക്കമ്മ വൃത്തികെട്ടവനായിട്ട് അത് തോന്നുന്നു. അത് പറയാതിരിക്കാൻ പറ്റുമോ? ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ പോലെ എനിക്ക് അവന്റെ മുഖം കണ്ടത് സത്യം. മനുവിന്റെ പരാതി നിയമസഭയിലെ എസ്റ്റേറ്റ് മാനേജർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും നടന്ന സംഭവത്തിൽ നിയമസഭാംഗമെന്ന പരിഗണന പി സി ജോർജിന് ലഭിക്കില്ലെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ സംഭവം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അത് സ്വാഭാവികമായിട്ടൊരു ക്രിമിനൽ നടപടിക്രമം ഉണ്ടല്ലോ. അതിന് അടി കിട്ടിയെന്നാണല്ലോ പരാതി. അടി കിട്ടിയെന്നുള്ള പരാതിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ബാക്കി പോലീസ് അതിന് നടപടി സ്വീകരിക്കേണ്ടത്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പി സി ജോർജ് എംഎൽഎ, പി എ സണ്ണി എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മർദ്ദിച്ചു, ചീത്ത വിളിച്ചു എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൾസർ സുനി പകർത്തിയ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ അഭിഭാഷകനിൽ നിന്ന് ലഭിച്ച മെമ്മറി കാർഡിലുണ്ടെന്ന സൂചന. മെമ്മറി കാർഡിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. ഒളിവിൽ പോകുന്നതിന് മുൻപായി കളമശ്ശേരിയിൽ നിന്നും സുനി പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയതായും പോലീസ് കണ്ടെത്തി. ഇതിന്റെ പ്രതികളെ വാഗമണ്ണിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതേസമയം സുനി, വിജേഷ് എന്നിവരൊഴികെ മറ്റ് 4 പ്രതികളെ അടുത്ത മാസം 3 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മാർട്ടിൻ, വടിവാൾ സലീം, മണികണ്ഠൻ, പ്രദീപ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പൾസർ സുനിയുടെ അഭിഭാഷകനിൽ നിന്ന് ലഭിച്ച മെമ്മറി കാർഡാണ് പോലീസ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് FSL പരിശോധനയ്ക്കായി അയച്ചത്. ഈ മെമ്മറി കാർഡിൽ സുനി പകർത്തിയ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. വെള്ള സാംസങ് ഫോൺ ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ എടുത്തതെന്ന് നടിയും മാർട്ടിനും പറഞ്ഞിരുന്നു. ഈ ഫോണിൽ നിന്നും മെമ്മറി കാർഡ് ഊരിമാറ്റി അഭിഭാഷകന് കൈമാറുകയായിരുന്നുവെന്ന് സുനിയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അഭിഭാഷകൻ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കരുതിയാണ് മെമ്മറി കാർഡ് ഏൽപ്പിച്ചത്. കേസ് കെട്ടടങ്ങുമ്പോൾ തിരികെ വാങ്ങാമെന്നും കരുതി. എന്നാൽ ഇത് പോലീസിന്റെ കൈവശമെത്തുമെന്ന് കരുതിയിരുന്നില്ലെന്ന് സുനി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വെള്ള സാംസങ് ഫോൺ രക്ഷപ്പെടുന്നതിനിടെ ഗോശ്രീ പാലത്തിൽ നിന്നും കായലിലേക്ക് എറിഞ്ഞു എന്നാണ് സുനിയുടെ മൊഴി. പകരം കളമശ്ശേരിയിലെ കടയിൽ നിന്നും ഒരു ഫോൺ വാങ്ങിയെന്നും മൊഴിയിലുണ്ട്. 2000 രൂപ വില വരുന്ന ഒരു ഫോണായിരുന്നു അത്. സുനിയെ കടയുടമ തിരിച്ചറിഞ്ഞു. ഇതിനിടെ പ്രതികളുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പൾസർ സുനിയെയും വിജീഷിനെയും വാഗമണ്ണിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവർ ഒളിവിൽ കഴിഞ്ഞ കുന്നിൻ ചെരുവിലും ഭക്ഷണം വാങ്ങിയ കടയിലും എത്തിച്ചാണ് തെളിവെടുത്തത്. ഹോട്ടലുടമ ഇരുവരെയും തിരിച്ചറിഞ്ഞു. നാളെ ആലപ്പുഴ, കായംകുളം എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പള്ളി വികാരി പിടിയിൽ. കണ്ണൂർ നീണ്ടുനോക്കി പള്ളി വികാരിയായി റോബിൻ വടക്കംചേരിയിലാണ് പിടിയിലായത്. ABVPക്കെതിരെ പ്രതിഷേധിച്ചതിന് കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ ഗുൽമഹർ കൗറിനെതിരെ സംഘപരിവാർ. ദില്ലിയിൽ ABVPക്കെതിരെ ഓൺലൈൻ ക്യാമ്പയിൻ നടത്തിയതിന് ദില്ലി സർവകലാശാല വിദ്യാർത്ഥിനിയും കാർഗിൽ രക്തസാക്ഷിയുടെ മകളുമായ ഗുൽമഹർ കൗറിനെ ബലാത്സംഗം ചെയ്യുമെന്ന് ABVP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. പിന്നാലെ ഗുൽമഹർ കൗറിനെ ദാവൂദ് ഇബ്രാഹിമിനോട് ഉപമിച്ച് BJP MPയും രംഗത്തെത്തി. കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ക്യാപ്റ്റൻ മന്ദിദബ് സിംഗിന്റെ മകളാണ് ഗുൽമഹർ കൗർ.
അട്ടപ്പാടിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. പട്ടിമാളം ഊരിലെ വെള്ളിൻകിരി രാജമണി ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവായതാണ് മരണകാരണമെന്നാണ് സൂചന. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബാങ്കിംഗ് നിയമങ്ങൾക്കെതിരെ ബാങ്ക് ജീവനക്കാർ നാളെ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തും. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 9 തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്കുന്നത്. തോട്ടണ്ടി ലഭിക്കാത്തതിനാൽ അടഞ്ഞുകിടക്കുന്ന പൊതുമേഖലയിലെ കശുവണ്ടി ഫാക്ടറികൾ മാർച്ച് 1 തുറക്കും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഫാമിൽ നിന്ന് സംഭരിച്ച നാടൻ തോട്ടണ്ടി എത്തിച്ചതോടെയാണ് ഫാക്ടറികൾ തുറക്കാൻ തീരുമാനിച്ചത്. 2 മാസമായി ഫാക്ടറികൾ അടഞ്ഞുകിടക്കുകയായിരുന്നു.